ഹലോ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പഠിച്ചു അല്ലേ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ ഡിറൈവ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ, കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട് കൈനറ്റിക് തിയറി പ്രകാരം. അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ ഇത് പഠിച്ചാൽ മതി. ഒരു ഇക്വേഷൻ അതേപോലെ അങ്ങ് പഠിച്ചാൽ മതി. ഇതെന്തിൻ്റെ ബേസിലാണ്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ ബേസിൽ ഒരു ഐഡിയൽ ഗ്യാസിന് ഒരു ഇക്വേഷൻ, ഒരു എക്സ്പ്രഷൻ അവർ ഡിറൈവ് ചെയ്തു. ദറ്റ് ഈസ് ഫ്രം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ദറ്റ് ഈസ് ഫ്രം കൈനറ്റിക് ഗ്യാസ് തിയറി, ആൻഡ് ദേ പ്രൊവൈഡ് എ ഇക്വേഷൻ for an ideal gas, that is PV is equal to 1/3 mNu square, where m be the mass of a system, n is number of moles, usually Avogadro number 6.02 × 10⁻³ and u is the velocity of the particle. Okay, velocity of that particular particle having mass m. Okay, so PV നമുക്കറിയാം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ കണ്ടു, എന്തേ? PV is equal to nRT. ഓക്കെ, ഇതേപോലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ കൈനറ്റിക് ഗ്യാസ് തിയറി പ്രകാരം അവർ കണ്ടുപിടിച്ച ഇക്വേഷനാണ് PV is equal to 1/3 mNu square. മറന്നു പോയത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്യാഷ്യസ് മോളിക്യൂൾസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇത് നിങ്ങളിങ്ങനെ തന്നെ പഠിക്കുക. PV is equal to 1/3 mNu square എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷനാണ് കൈനറ്റിക്. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് അതിൻ്റെ RMS വെലോസിറ്റി ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അത് നമ്മൾ ഈ പാഠഭാഗത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മൾ പറയും എന്താണ് RMS എന്നുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ, നമുക്കറിയാം, ഫോർ എ 1 moles of an ideal gas, PV is equal to RT, where n equal to 1 mole ആയതുകൊണ്ട് n 1 ആണ്. PV is equal to RT. According to kinetic gas theory, PV is equal to 1/3 mNu square or N0U square, Avogadro number. Okay, N0U square. ഇതാണ് ഇക്വേഷൻ. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും നല്ലപോലെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വലാണ്, PV. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഓൾസോ ഈക്വൽ. അപ്പോൾ നമുക്ക് എഴുതാം, എങ്ങനെ എഴുതാം? PV is equal to RT, അല്ലെങ്കിൽ RT is equal to 1/3 RT is equal to, നമുക്ക് എഴുതാം, RT is equal to 1/3 mN0U square. ഓക്കെ, ഈ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വിലയെ ഞാൻ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ 2/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈയും ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും വിലയ്ക്ക് വ്യത്യാസം വരുമോ? ഇല്ല. RT is equal to 2/3 into 1/2 mN0U square എന്ന് എഴുതുന്നു. അപ്പോൾ ഇതിന് വിലയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. ഇവിടെ നിന്ന് 2ഉം 2ഉം വെട്ടിപ്പോയ 1/3 mNu square തന്നെ. അപ്പം വിലയ്ക്ക് വ്യത്യാസം വരില്ല. ഹാഫ് mNu square, ഹാഫ് mv സ്ക്വയർ എന്താണ്? ഹാഫ് mv സ്ക്വയർ നമ്പർ ഓഫ് മോൾസ് ഉള്ളതുകൊണ്ട് N0 ഉപയോഗിക്കുന്നത് മാത്രം മോളിക്യൂളിൻ്റെ കേസിൽ. ഓക്കെ, ഹാഫ് എന്താണ് വരിക? ഹാഫ് mv സ്ക്വയർ mN0U സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? U എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. എന്താ വരിക? അത് കൈനറ്റിക് എനർജി അല്ലേ? ഹാഫ് mN0U സ്ക്വയർ ഈസ് ദ ടോട്ടൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് N0 molecule present in 1 moles of a gas. ഓക്കെ, ഹിയർ n equal to 1 moles of a gas, അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ടോട്ടൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിനെ, ഇത്രയും ഭാഗത്തിനെ നമുക്ക് ചേർത്ത്, ഈ ഒരു വാല്യൂസിനെ ചേർത്ത് നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി, ഈ കെ കൈനറ്റിക് എനർജി, അതാണ് കൈനറ്റിക് എനർജി. So the expression become RT is equal to 2/3 E kinetic energy. So kinetic energy E is equal to EK. E kinetic energy is equal to 3/2 RT എന്ന് വരും.
3/2 RT. So this is the expression for kinetic energy. ഈ ചില കേസിൽ നമുക്ക് കൈനറ്റിക് എനർജി നമ്മൾ എങ്ങനെ കാണും? കൈനറ്റിക് എനർജി നമ്മൾ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെ കേസിൽ നമ്മൾ കണ്ടുപിടിക്കും. സോ അതിനെ നമ്മൾ കൈനറ്റിക് എനർജി ആറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നൊരു ടേമാണ് 3/2. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 KT, where K is called Boltzmann constant, whose value is 1.3805 into 10 raised to minus 23 joules per Kelvin. അപ്പം നമുക്ക് എന്തുപയോഗിക്കാം? നമുക്ക് ക്വസ്റ്റ്യനിൽ 6 ആണ് തന്നതെങ്കിൽ നമുക്ക് 6 ഉപയോഗിക്കാം. ക്വസ്റ്റ്യനിൽ K ആണ് തന്നതെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? KT ഉപയോഗിച്ചിട്ടും കാണാം. 3/2 KT. K എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ്സ് വാല്യൂ K is equal to R/N0. ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് വാല്യൂ K is equal to R/N0. ഓക്കെ, സോ ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് മോളിക്കുലാർ വെലോസിറ്റീസ് ആണ്. മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം വരുന്നൊരു ഭാഗമാണ് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് പഠിക്കണം, നോട്ട് നന്നായിട്ട് അതിൻ്റെ എഴുതണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് മോളിക്കുലാർ വെലോസിറ്റി. ഇവിടെ എന്താ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓൾ ദ മോളിക്യൂൾസ് ഓഫ് എ ഗിവൺ സാമ്പിൾ അതെന്താണ്? ദേ ഡു നോട്ട് ഹാവ് എ സെയിം വെലോസിറ്റി. ശരിയല്ലേ? അത് നമ്മൾ കണ്ടു, പോസ്റ്റ്ലേറ്റ്സിൽ കണ്ടു, ഒരേ വെലോസിറ്റിയിലല്ല ഉണ്ടാവുക. അതിൻ്റെ കാരണം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലാർ കൊളീഷൻസ് നടക്കുന്നത് വഴി, അതുപോലെ തന്നെ വെലോസിറ്റീസും എനർജിയും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? മോളിക്യൂൾസ് ഇങ്ങനെ കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ വെലോസിറ്റിയും എനർജിയും ഒക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ്, അതിൻ്റെ വെലോസിറ്റി ഒരുപോലെ എല്ലാതും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വരുമ്പം നമ്മൾ വെലോസിറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബബിലിറ്റി, ഒരു സാധ്യത വെച്ചിട്ട് നമ്മൾ എന്ത് പറയേണ്ടി വരും? വെലോസിറ്റി പറയേണ്ടി വരും. നമുക്കെന്താ പറഞ്ഞത്? ഇങ്ങനത്തെ ഒരു മോളിക്യൂളിനെ നമ്മൾ സംബന്ധിച്ച് എല്ലാ മോളിക്യൂൾസിൻ്റെയും വെലോസിറ്റി സെയിം ആവില്ല. ഓൾ മോളിക്യൂൾസ് ഇൻ എ ഗിവൺ സാമ്പിൾ ഓഫ് ഗ്യാസ് ഡു നോട്ട് ഹാവ് സെയിം വെലോസിറ്റി because due to the frequent collisions or intermolecular collisions. So their velocities and energy keep on changing. Okay, so ആ കേസിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും? ഈ ഓരോ മോളിക്യൂളിൻ്റെയും വെലോസിറ്റി എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് പകരം ആസ് എ ഹോൾ we have to take an as a probability of the velocity. അങ്ങനെ മാക്സ്വെല്ലും ബോൾട്ട്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സയൻറ്റിസ്റ്റ് മാക്സ്വെൽസ് അതുപോലെ തന്നെ ബോൾട്ട്സ്മാൻ രണ്ട് സയൻറ്റിസ്റ്റ് മാക്സ്വെൽ ആൻഡ് ബോൾട്ട്സ്മാൻ, ഇവർ രണ്ട് പേരും കൂടിയിട്ട് ഒരു ഗ്യാഷ്യസ് മോളിക്യൂൾസിൻ്റെ പോസിബിളായിട്ടുള്ള വെലോസിറ്റിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻസ് കൊണ്ടുവന്നു ഫ്രം 0 ടു വെരി ഹൈ വാല്യൂസ്. മാക്സ്വെല്ലും ബോൾട്ട്സ്മാനും കൂടി ഇങ്ങനെ ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ പോകുന്ന പാർട്ടിക്കിൾസിനെ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ, ഒരു ഡിസ്ട്രിബ്യൂഷൻസ് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു പോസിബിൾ വെലോസിറ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഈ ഒരു എക്സ്പ്രഷൻ, ഒരു റിലേഷൻ, ഒരു ഇക്വേഷൻ, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ലോ ഈസ് കോൾഡ് മാക്സ്വെൽസ് ലോ ഓർ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റി. ആ ലോയ്ക്ക് പറയുന്ന പേരാണ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റി. മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുക dN/n is equal to 4 pi into m/2 RT all raised to 3/2 e raised to minus mc square by 2 RT into c square dc. So this equation is known as Maxwell-Boltzmann distribution equation.
Maxwell-Boltzmann distribution equation. Here dn is the number of molecules out of the total n molecule, number of molecule, where dn is the fraction, അല്ലേ? It is the number of molecules out of എത്രയിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ, ദാറ്റ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് മോളിക്യൂൾ, ഡി എൻ എ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നു. ഹാവിങ് വെലോസിറ്റി ഈസ് സി ആൻഡ് ഡി സി, സി ആൻഡ് സി പ്ലസ് ഡി സി. വെലോസിറ്റീസ് ആർ സി. ആ സി എന്ന വെലോസിറ്റി ഒരു ഇൻഫിനിറ്റ്ലി സ്മോൾ ചേഞ്ച് നടത്തും, ദാറ്റ് ഈസ് കോൾഡ് ഡി സി. ഓക്കെ, ആ ഡി സി. And m is the capital M is the molecular mass of the gas and T is the temperature in Kelvin centigrade. Here LHS of this equation, that is left hand side of this equation, is dn by n. അല്ലേ? ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ. അല്ലേ? dn by n എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രാക്ഷൻ നമ്പറാണ്. അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, സോ ഇവിടുത്തെ പിന്നെ വെലോസിറ്റി എങ്ങനെയാണ്? സിയിൽ നിന്ന് സി പ്ലസ് ഡി സിയിലേക്കാണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. സി എന്ന് പറഞ്ഞൊരു വെലോസിറ്റി, മോളിക്കുലർ വെലോസിറ്റി ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി സ്മോൾ ആക്കുമ്പോൾ ഡി സി, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ സ്പേസിലുള്ള വെലോസിറ്റീസ് കിട്ടും. ഓക്കെ, സോ അപ്പം ഈ ഒരു ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മാക്സ്വെൽ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1/n ഡി സി ഇങ്ങോട്ട് കൊണ്ടുവരിക. 1/n ഇവിടെയുള്ള എന്നിനെ 1/n ഇൻറ്റു ഡി എൻ ബൈ ഡി സി. കണ്ടോ, ഡി സി കൊണ്ടുവന്ന് 1/n ഇൻറ്റു ഡി എൻ ബൈ ഡി സി ഈസ് ഈക്വൽ ടു 4π m/2π RT all raised to 3/2 e raised to minus mc square by 2RT ഇൻറ്റു സി സ്ക്വയർ എന്ന് മാത്രമായിട്ട് നിൽക്കും. ഓക്കെ, അപ്പം LHS of this equation, that is 1/n into dn by dc, gives the probability of finding molecule having velocity c. So the term dn by dc is the probability. അപ്പോൾ നമുക്ക് 1/n into probability of c, വെലോസിറ്റിയിലുള്ള പ്രോബബിലിറ്റി എന്ന് എഴുതാം. വെലോസിറ്റി കാണാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് സി എന്ന് എഴുതാം. ഡി എൻ ബൈ ഡി സി നമുക്ക് പി ഓഫ് സി എന്ന് എഴുതാം. 1/n into പി ഓഫ് സി, 1/n into dn by dc or p of c, or what we call it as probability of finding molecules. Probability is equal to 4π m/2π RT all raised to 3/2 into e raised to minus mc square by 2RT into c square എന്ന് വരും. ഓക്കെ, what is the significance of this equation? ഈ ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് നമുക്ക് നോക്കാം. ഈ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻസ് മോളിക്കുലർ വെലോസിറ്റി നമുക്ക് ഒരു പ്ലോട്ട് വരച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ പ്ലോട്ട്. ഓക്കെ, ആ പ്ലോട്ട് വരച്ച് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് we are taken as y-axis as 1/n dn by dc versus concentration. We will get a peak like this. ഈ പീക്കിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, the probability of molecules being motionless at any instant of very very small. എന്താണ്? ഈ ഒരു കേസിലൊക്കെ തന്നെ ദ പ്രോബബിലിറ്റി ഓഫ് മോളിക്യൂൾ ബീയിങ് മോഷൻലെസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, വളരെ ചെറിയൊരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോളിക്യൂൾസിന് എന്തുണ്ട്? മോഷനുണ്ട്. മോളിക്യൂൾ ഒരു മോഷനും ഇല്ലാതെ റെസ്റ്റിലിരിക്കുക എന്നുള്ളത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ കുറവാണ്. മോളിക്യൂൾ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, റെസ്റ്റിലല്ല മോഷനിലാണ്. സോ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ് എ പ്രോബബിലിറ്റി ഓഫ് മോളിക്യൂൾ ബീയിങ് മോഷൻലെസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് വെരി വെരി സ്മോൾ. ഓക്കെ, രണ്ടാമത്തെ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് the fraction of molecules having either very low velocities or very high velocities is very small. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനകത്ത് ഒന്നുകിൽ ലോ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫ്രാക്ഷൻ കാണാം, അല്ലെങ്കിൽ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന മോളിക്യൂൾസും കാണാം. മൂന്നാമത്തെ പോയിൻറ്റ്,
the peak of a distribution curve, the peak of a distribution curve at a given temperature, suppose T1 എന്നുള്ള ടെമ്പറേച്ചർ എടുത്ത് വിചാരിക്കുക. അപ്പം peak of a given curve at a given temperature gives velocity possessed by a maximum number of gaseous molecules at the temperature. ഓക്കെ, എന്താ കണ്ടത്? നമുക്ക് ഡിസ്ട്രിബ്യൂഷൻസ് കർവിൽ ടെമ്പറേച്ചർ പിന്നെ വെലോസിറ്റി പൊസസ്ഡ് ബൈ ദ മാക്സിമം നമ്പർ ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾസ് അറ്റ് ടെമ്പറേച്ചർ. വെലോസിറ്റി പൊസസ്ഡ് ബൈ ദ മാക്സിമം നമ്പർ, അതായത് ഗിവൺ ടെമ്പറേച്ചർ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ പിന്നെ മാക്സിമം മോളിക്യൂൾസിന് ഗ്യാഷ്യസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി പൊസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത്രയും പിന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പീക്ക് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻസ് കർവ്. കണ്ടോ, ഡിസ്ട്രിബ്യൂഷൻസ് കർവിൻ്റെ പീക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പീക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്ന ആൽഫ എന്ന ലെറ്റർ കൊണ്ടാണ്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആൽഫ ഓഫ് എ ഗ്യാസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ദ വെലോസിറ്റി പൊസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് ദ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ അണ്ടർ ദിസ് കർവ്. ഹിയർ ടോട്ടൽ ഏരിയ അണ്ടർ ദിസ് കർവ്, ദിസ് T1 എന്ന് പറയുന്ന കർവിൻ്റെ ടോട്ടൽ ഏരിയ അണ്ടർ ആൻഡ് T2 എന്ന് പറയുന്ന കർവിൻ്റെ ടോട്ടൽ ഏരിയ അണ്ടർ. സോ ദ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഈസ് എ മെഷർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഏരിയ നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം? മോളിക്യൂൾസിൻ്റെ എണ്ണം നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ഏരിയ under the curve in the velocity range C1 and C2 gives the number of molecules having velocity between C1 and C2. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് കാരണം നമ്മൾ C1 C2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ് അതിൻ്റെ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഏരിയ അണ്ടർ ദിസ് കർവ് വെലോസിറ്റി റേഞ്ചസ് ഫ്രം C1 to C2, ആ ഷെയർഡ് ഏരിയ gives the number of molecules having velocity between C1 and C2. ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എത്ര മോളിക്യൂൾസ് C1 and C2ൻ്റെ ഇടയിൽ വെലോസിറ്റി കാണിക്കുന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമ്മളിവിടെ കണ്ടില്ലേ, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്ത് ഇവിടെ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, അടുത്ത T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ. T2 ആണ് വളരെ കൂടുതൽ. T2 രണ്ടാമത് കൊടുത്ത ടെമ്പറേച്ചർ ആദ്യത്തിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാണാം? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം 3 ഫിനോമിന നമുക്ക് ഒബ്സർവ് ചെയ്യും. ഒന്ന്, there occur a rise in the fraction of molecules having higher velocity. ഇതിനകത്ത് ഒന്നാമത്തെ കാണാൻ പറ്റുന്നത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് ഹയർ വെലോസിറ്റി. ഹയർ വെലോസിറ്റിയിൽ മോളിക്യൂൾസ് ഫ്രാക്ഷൻ ആവാൻ തുടങ്ങും, മോളിക്യൂൾ മുറിയാൻ തുടങ്ങും ടെമ്പറേച്ചർ കൂടുമ്പം. രണ്ടാമത്തത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആൽഫ എന്ന് പറയുന്നത് കോൺസിക്വൻ്റ്ലി ഇൻക്രീസസ്. എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പൊസസിങ് ദ ആക്ച്വൽ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഡിക്രീസ്. കണ്ടോ, ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പൊസസ്, അതായത് dN/dC എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ആക്ച്വൽ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഡിക്രീസസ്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, മൂന്ന് നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻസ് കർവിന് കുറച്ച് ബോർഡ്നെസ് ഉണ്ട്. ഷിഫ്റ്റ് ടു റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, കുറച്ച് ബോർഡ്നെസ് ഉണ്ട്. നമ്മുടെ കർവിന് കുറച്ച് ബോർഡ്നെസ് ഉണ്ട്. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ടെമ്പറേച്ചർ കൂടിയപ്പം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റൻഡും ആയിട്ടുണ്ട് ആ കർവ്. ഇതൊരു കർവ് തന്നെയായിരുന്നു. ഇത് ഇങ്ങോട്ട് വരുമ്പം കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഫ്ലാറ്റൻഡ് ഡൗൺവേർഡ്സ് അറ്റ് ദ ടോപ്പ് with increase in temperature. Okay, so this effect of temperature on molecular velocity is expressed by a pressure of exponential factor e raised to minus mc square by 2r. The 2rt e raised to minus mc square by 2rt എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ ഫാക്ടർ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫ്
നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ഫാക്ടറിനെ, ഈ എക്സ്പൊണൻഷ്യൽ ഫാക്ടറിനെ, ദാറ്റ് ഈസ് ഈ എക്സ്പൊണൻഷ്യൽ ഫാക്ടറിനെ e⁻⁻²/2RT എന്ന് പറഞ്ഞ ഈ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ നമ്മൾ ബോൾട്ട്സ്മാൻ ഫാക്ടർ എന്ന് വിളിക്കാറുണ്ട്. ബോൾട്ട്സ്മാൻ ഫാക്ടർ. ഓക്കെ, ഇത് നമ്മൾ ബോൾട്ട്സ്മാൻ ഫാക്ടർ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഇവിടെ ടി എന്ന് പറയുന്നത് നമ്മൾ ടെമ്പറേച്ചറാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം ടെമ്പറേച്ചറിനകത്ത് ടെമ്പറേച്ചർ ഡിനോമിനേറ്റർ, ഇതിനകത്ത് ടെമ്പറേച്ചർ എവിടെയാണ്? ഡിനോമിനേറ്ററിലാണ് വന്നത് അല്ലേ. 2RT എന്നുള്ളതിനകത്ത് ടെമ്പറേച്ചർ ഡിനോമിനേറ്ററിലാണ് വന്നത്. അങ്ങനെ ടെമ്പറേച്ചർ ഡിനോമിനേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനർജി എക്സ്പോണൻറ്റ് ആൻഡ് ദിസ് ഒബ്വിയസ്ലി മീൻസ് ദാറ്റ് ദിസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് പിന്നെ ടെമ്പറേച്ചർ ഡിക്രീസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ കൂടുമ്പം എന്ത് സംഭവിക്കും? നമ്മുടെ ഈ വാല്യൂ, എക്സ്പോണൻ്റെ വാല്യൂ കുറയും. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ദ നെഗറ്റീവ് എക്സ്പോണൻറ്റ് ഓഫ് ദിസ് ഒബ്വിയസ്ലി മീൻസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഹിയർ ഇത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, ഈ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, e⁻⁻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഇൻക്രീസ് ചെയ്യും. അപ്പം നമുക്ക് പറയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം അതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫങ്ഷനും ഇൻക്രീസ് ചെയ്യുന്നു. സോ ബോൾട്ട്സ്മാൻ ഫാക്ടർ ഇൻക്രീസസ് ആൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പൊസസിങ് ഹയർ വെലോസിറ്റി ഇൻക്രീസ്. ദിസ് ഈസ് കോൾഡ് വാട്ട്? മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ. വീഡിയോ ക്ലാസ് നമ്മൾ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.